നമസ്കാരം. തലസ്ഥാന ജില്ലയിലെ കോർപ്പറേഷനാണെങ്കിലും ജില്ലാ ഭരണകൂടമാണെങ്കിലും ഒക്കെ തന്നെ ഏറെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ് തിരുവനന്തപുരത്തെ ആറ്റുകാൽ പൊങ്കാല. ചരിത്രപ്രസിദ്ധമായ ഈ പൊങ്കാലയിൽ പങ്കെടുക്കാനായി ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് നാടിൻ്റെ നാനാഭാഗത്തു നിന്ന് തലസ്ഥാനത്തേക്ക് എത്തുന്നത്. പൊങ്കാലയിട്ടതിന് ശേഷം നഗരം വൃത്തിയാക്കുക എന്നുള്ളത്, അതായത് ഈ പൊങ്കാലയുടെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ അതിവേഗം നീക്കം ചെയ്ത് നഗരം വൃത്തിയാക്കുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് പൊതുവെ ജില്ലാ ഭരണകൂടത്തിനും അതുപോലെ കോർപ്പറേഷനൊക്കെ തന്നെയുള്ളത്. കോർപ്പറേഷൻ തന്നെയാണ് എല്ലാ കാലത്തും ഇതിൻ്റെ മുഖ്യ ചുമതല വഹിക്കുന്നത്. നേരത്തെ പതിറ്റാണ്ടുകളോളം CPM ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ പൊങ്കാല നടക്കാത്ത കാലഘട്ടത്തിൽ, അതായത് കോവിഡ് കാലഘട്ടത്തിൽ പോലും പൊങ്കാല നടന്നതായി ബില്ലെഴുതി പൈസ തട്ടിയ സംഭവങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ട്. ഏതായാലും ഇക്കുറി ഇതാദ്യമായിട്ടാണ് BJPക്ക് തലസ്ഥാന കോർപ്പറേഷൻ്റെ ഭരണം ലഭിക്കുന്നത്. VV രാജേഷിൻ്റെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷൻ ഭരണസമിതി കയ്യും മെയ്യും മറന്ന് തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനത്തിനായി ആദ്യം മുതലേ തന്നെ സജീവമായി രംഗത്തിറങ്ങിയത്. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ട് തന്നെയാണ് കോർപ്പറേഷൻ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിരുന്നത്. പക്ഷേ അവിടെ ഒരുപാട് പാരവയ്ക്കൽ നീക്കങ്ങൾ നടന്നിരുന്നു. പ്രധാനമായും നഗരത്തിലെ ക്ഷേത്രത്തിന് സമീപമുള്ള മണക്കാട് മേഖലയിലൊക്കെ തന്നെ കുടിവെള്ള വിതരണം മുടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. കേരളം ഭരിക്കുന്ന CPMനെ സംബന്ധിച്ചിടത്തോളം BJP ആദ്യമായി ഭരണത്തിലെത്തിയ തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ പൊങ്കാല ചടങ്ങുകളൊക്കെ തന്നെ കുളമാക്കി എന്ന് വരുത്തത്തക്ക രീതിയിലുള്ള നീക്കങ്ങളാണ് ആദ്യം നടന്നത് എങ്കിൽ അതിനും കൃത്യമായ മുന്നൊരുക്കങ്ങളുമായി തന്നെയാണ് VV രാജേഷും സംഘങ്ങളും എത്തിയിരുന്നത്. നൂറുകണക്കിന് ടാങ്കർ ലോറികളാണ് ഇതിനായി സജ്ജീകരിച്ചിരുന്നത്. ഏതായാലും ഒടുവിൽ സർക്കാർ VV രാജേഷിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി തൽക്കാലത്തേക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു സർക്കാർ. തിരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറിയിരിക്കാം. ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സമയത്ത് വലിയ തോതിൽ ഡോക്ടർമാരുടെ സേവനം അവിടെ ആവശ്യമാണ്. കാരണം കഠിനമായ ചൂടിലാണ് ഈ ഇത്രയും സ്ത്രീകൾ പൊങ്കാല എടുത്തുള്ളത് കൊണ്ട് പലർക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഡോക്ടർമാരെ നിയോഗിക്കാറുണ്ടായിരുന്നു. ഡോക്ടർമാർ ഇപ്പോൾ സമരത്തിലായതിനാൽ തങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയില്ല എന്ന് ആദ്യം ഡോക്ടർമാർ അറിയിച്ചിരുന്നു. അങ്ങനെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ സേവാഭാരതിയിലെ ഡോക്ടർമാരുടെ സേവനം തേടിയത്. ഏതായാലും പണി പാളി എന്ന് മനസ്സിലായപ്പോൾ ഡോക്ടർമാർ വീണ്ടും തങ്ങൾ തയ്യാറാണ്. സർക്കാർ ഡോക്ടർമാർ ഇതിനായി എത്തിയിരുന്നു. ആറ്റുകാൽ പൊങ്കാലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിലൊന്ന് നേരത്തെ പറഞ്ഞ പോലെ നഗരം ശുചീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അക്കാര്യത്തിൽ മേയർ രാജേഷിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഓരോ സോണുകളായി തിരിച്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ ചുമതല നൽകി. അതുപോലെ കൗൺസിലർമാരെല്ലാം തന്നെ സജീവമായി പങ്കെടുത്ത് രാത്രി തന്നെ നഗരം വളരെ വൃത്തിയുള്ളതാക്കി മാറ്റാൻ മേയറുടെ സംഘത്തിന് കഴിഞ്ഞു എന്നുള്ളത് എല്ലാ കാലത്തും VV രാജേഷ് സംഘത്തിന് അഭിമാനിക്കുക. കാരണം ആദ്യമായിട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഭരിക്കുന്നത്. അപ്പോൾ അവരുടെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നത് എന്നുള്ളത് പുതിയ മേയറേയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായൊരു നേട്ടമായി മാറുകയും ഇതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചവർക്ക് വലിയ തോതിലുള്ള നാണക്കേടായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ. മാത്രമല്ല കോർപ്പറേഷൻ്റെ ലൈസൻസ് അനുമതി ഒന്നുമില്ലാതെ തന്നെ അനധികൃത പാർക്കിംഗ് നടത്തി ചെറിയ കാറുകൾക്ക് പോലും 400-500 രൂപ കൈപ്പറ്റിയിരുന്ന ആളുകളെയൊക്കെ തന്നെ മേയറുടെ നേതൃത്വത്തിൽ നേരിട്ട് പിടികൂടി അവർക്കുള്ള പണം തിരിച്ചു കൊടുക്കാനും അതുപോലെ പഴയ നിരക്കിൽ തന്നെ ലൈസൻസ് എടുത്തതിന് ശേഷം മാത്രം പാർക്കിംഗ് അനുവദിക്കാനുമൊക്കെ തീരുമാനിച്ചതും മേയറെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നഗരത്തിൽ കൃത്രിമ മഴ കൂടി പെയ്യിച്ചാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ അവസാനം വെച്ചത്. ഇന്നലെ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു പൊങ്കാല മഹോത്സവത്തിൻ്റെ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ഇന്ന് രാവിലെ നമ്മൾ തിരുവനന്തപുരം നഗരത്തിൽ എവിടെ നോക്കിയാലും അതിൻ്റെ ഒരു അവശിഷ്ടം പോലും കണ്ടുപിടിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. അത് വളരെ കൃത്യമായി തന്നെ കോർപ്പറേഷൻ നേതൃത്വത്തിൽ എല്ലാ കാര്യങ്ങളും ഗംഭീരമായി തന്നെ അവർക്ക് നടത്തിക്കാൻ കഴിഞ്ഞു. അട്ടിമറിക്കാനുള്ള അല്ലെങ്കിൽ പാരവയ്ക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും അതിജീവിച്ചുകൊണ്ട് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതി ഈ കാര്യത്തിൽ മുന്നിട്ടിറങ്ങിയത് എന്നുള്ളത് തീർത്തും അഭിനന്ദനാർഹമായ കാര്യമാണ്. ഏത് പ്രസ്ഥാനമാണെങ്കിലും ഒരു പുതിയ രംഗത്തേക്ക് പുതിയ ചുമതലകളിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം ഒന്ന് പതറുക സ്വാഭാവികം മാത്രമാണ്. പക്ഷേ ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് മേയർ VV രാജേഷിനെയും സഹപ്രവർത്തകരെയും സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം തന്നെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത് കൊണ്ട് തന്നെയാണ് ഇത്തവണത്തെയും ആറ്റുകാൽ പൊങ്കാല മഹോത്സവം വലിയൊരു വിജയമാക്കി മാറ്റാൻ കഴിഞ്ഞത്. ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷനെ ഇക്കാര്യത്തിൽ നമ്മൾ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയുകയില്ല. ഏറ്റവും മനോഹരമായ രീതിയിൽ യാതൊരു പിഴവിനും ഇടവയ്ക്കാതെ കൃത്യമായി തങ്ങളുടെ ജോലി നിർവഹിക്കുന്ന കാര്യത്തിൽ അവർ വിജയിച്ചു. അതുപോലെ ഇതിൽ സഹകരിക്കില്ലെന്ന് ആദ്യം പറഞ്ഞവരെയൊക്കെ തന്നെ ഇതിൽ സഹകരിപ്പിക്കാനൊക്കെ കഴിഞ്ഞത് വലിയൊരു നേട്ടമായി മാറിയിരിക്കുകയാണ്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഒരു സമയത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ അഭിമാനമായ ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇത്രയും കൃത്യമായ ഏകോപനത്തോടുകൂടി നടത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അവർക്ക് ഒരുപക്ഷെ തിരഞ്ഞെടുപ്പിലും അതേറെ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നത്.